വിഷ്ണു, അവിടുത്തെ സംഘർഷ സാഹചര്യമൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ദൃശ്യങ്ങൾ കാണുമ്പോൾ അരക്കിവിടെ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ആ വാഹനം കടത്തിവിട്ടോ, വനംവകുപ്പിന്റെ വാഹനം? ഹിമ, വാഹനം കടത്തിവിട്ടിട്ടില്ല. നേരത്തെ ഉണ്ടായ ഒരു സംഘർഷം ഈ ഇവിടുത്തെ ജനങ്ങളും നാട്ടുകാരായിട്ടുള്ള ജനങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുള്ള ഒരു സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ പ്രതിഷേധത്തിൽ തന്നെ രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളൊരു ആരോപണം ശക്തമായതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു പ്രതിഷേധമായിരുന്നു. അതിലേതായാലും പോലീസ് ഇടപെട്ട് അതിലൊരു അനുനയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട്. അവർ മൈക്ക് ഉപയോഗിച്ച് നടത്തിയ ആ ഒരു പ്രതിഷേധം, ആ മൈക്ക് അടക്കം ഓഫ് ചെയ്തുകൊണ്ട് പോലീസ് അതിലൊരു ശാന്തത വരുത്തിയിട്ടുണ്ട്. എന്നാലും ജനങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. നാട്ടുകാരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ എനിക്ക് പുറകിൽ കാണാൻ, ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അവർ പ്രതിഷേധിച്ച് ഇവിടെ നിൽക്കുകയാണ്. ഇതിന്റെ പുറകിലാണ് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം കിടക്കുന്നത്. ആ വാഹനം ഇതുവരെ കടത്തിവിട്ടിട്ടില്ല. നേരത്തെ ഇവിടെ നിന്നും ഒരു ബസ് പുറകിലുള്ളതിനാൽ ഒരു ജീപ്പ് മാത്രം അല്പം അവിടെ നിന്ന് മാറ്റിയിട്ട് വന്നാൽ ആ ജീപ്പിനെയും ഇപ്പോൾ ഇവിടുന്ന് കടത്തിവിടാനായിട്ട് അവർ അനുവദിച്ചില്ല. ബസ് പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തതല്ലാതെ ഒരു ഫോറസ്റ്റ് വാഹനവും ഇന്ന് ഇവിടെ പരിശോധനയ്ക്കായി എത്തിയ വനംവകുപ്പിന്റെ ഒരു ഉദ്യോഗസ്ഥരെയും ഒരു വാഹനത്തെയും ഇവർ ഇവിടെ നിന്ന് കടത്തിവിട്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകണം. ഇവർക്ക് ഇത്തരത്തിലൊരു അലംഭാവം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഏതു വിധത്തിലും ഇവർക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം ഇവർക്ക് പുറത്തിറങ്ങാൻ, ഇവർ ജീവിതമാർഗം അടക്കം തേടുന്ന ഈ കാണുന്ന റബ്ബർ മരങ്ങളിൽ അടക്കം ആണ് ഇവർ തൊഴിലെടുക്കുന്നത്. ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ആളുകൾ, ഈ പുറത്തെ ദേശത്ത് നിന്നും വന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് ആർക്കും രാത്രിയായാൽ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത പോലെ, രാത്രിയായാൽ ഒട്ടും ഇറങ്ങാൻ പറ്റില്ല. പകലാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ഈ കടുവയെ കണ്ടു എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മണിയോട് കൂടിയാണ്. ഇന്നലെയും ഏകദേശം ഈ സമയത്ത് തന്നെയായിരുന്നു ഈ പ്രദേശവാസികൾ ഈ കടുവയെ സ്പോട്ട് ചെയ്തതിൽ ലൊക്കേറ്റ് ചെയ്ത ഒരു കാര്യമുണ്ടായത്. അപ്പോൾ 10-15 ദിവസമായി പണിക്കോയിട്ട് ടാപ്പിംഗ് ജീവിക്കുന്ന മനുഷ്യന്മാരങ്ങള് 3-4 കുട്ടികളുണ്ട്. ഇവര് വരും 9 മണിക്ക് വരെ പോവാ. തീരുമാനം ഗവൺമെന്റും പോലീസും ഫോറസ്റ്റും ഒരുപാട് നിയമങ്ങളിൽ നമ്മളവിടെ നിയമങ്ങൾ പാടില്ലേ, ഒരു തീരുമാനം ഇതുപോലെ വന്നു പോയി. ഇനി നാളെയും വരും പോകും. ഇന്നലെ ലൈവായി കാണിച്ചു കടുവാണ്. ലൈവായിട്ട് നോക്കി നിൽക്കുന്നോല് ഒരു മണ്ടി ഒന്ന് ഞങ്ങൾ എല്ലാവരും കണ്ട 14 ആൾക്കാർ ആഗ്രഹം കടുവാണ്ട് കാണിച്ചു കൊടുത്തു. ഒരു മണ്ടി കഴിച്ചേ അവിടുന്ന് അവര് പറഞ്ഞു മൃഗ ഡോക്ടർ പറ്റാൻ മയക്കുടിയേക്കാന് ഇത് നിന്നെടുക്കോ, ഇത് മൃഗല്ലേ. അങ്ങനെ കടുവ കയറി പോയി. പിന്നെ ഒലിങ്ങനെ തെരഞ്ഞെടുപ്പ് കൂടി പോയി. ഞങ്ങൾ കയറുമ്പോൾ ഞങ്ങൾക്ക് പണിക്കാൻ പറ്റില്ല. കൂടൊന്നും വെച്ചിരുന്നില്ല. കൂട് വെക്കണമെന്നൊക്കെ പറഞ്ഞു. ഞമ്മക്ക് ഇത്ര ആവശ്യമില്ല. നമുക്ക് സ്വസ്ഥമായി പണിക്കോണം, പണിക്കോയി ജീവിക്കണം. ജീവിക്കാൻ മാർഗം ഗവൺമെന്റും ഈ പോലീസും ഫോറസ്റ്റും തരിക. നമുക്ക് വേറെ പിള്ളേരെ ഫോറസ്റ്റിനോടോ പോലീസിനോട് ഒരു പ്രശ്നം നമുക്കില്ല. നമുക്ക് ജീവിക്കാനുള്ള മാർഗം. ഇപ്പൊ ഈ കടുവനെ കണ്ട് ഞാൻ ടാപ്പ് ചെയ്യുന്ന തോട്ടത്തിലാണ് ഇന്ന് കണ്ടത്. എങ്ങനെ ടാപ്പ് എങ്ങനെ വിശ്വസിച്ചു പോവാ? ഒരു ചെങ്ങനെ കടിച്ചു കൊന്നു, അങ്ങനെ വിട്ടല്ലേ കടിച്ചു കയറി കൊന്നത്. നമുക്ക് ജീവിക്കണ്ടേ? അതാണ് സംഭവം. നമുക്ക് ജീവിക്കാൻ മാർഗം ഉണ്ടായില്ല. വേറെ നമുക്ക് പറയാനില്ല. കടത്തിവിടില്ല. ഒരു തീരുമാനം മേലെ താമസക്കാരുണ്ട്. ഒരു 10-15 വീടിന്റെ മേലെ അവിടെ ഒരു കാവല്, ഒരു ശ്രദ്ധയില്ല. ഓൽക്ക് അവിടെ കിടക്കും. ഓല ഇരുട്ടാന്ന് ഓല് പോയി. പോലെ ഇരുട്ടാന്ന് ഇറങ്ങിപ്പോയി. തെരച്ചിൽ നടക്കൂലെന്ന് ഓല് പറഞ്ഞു. ഓല് പോയി. ഉച്ചക്ക് വന്നു. ഓല് വീണ്ടും പോകണം. ഇതിനൊരു തീരുമാനം തരായിട്ടില്ല. അവന് തീരുമാനം ഉണ്ടായിട്ട് പോയാൽ മതി. അത് തിരറ്റവര് തൊള്ളോണ്ടുണ്ടായ പോരാ, കാണിച്ചു തരട്ടെ. ഇതങ്ങൾ നിങ്ങളെ ജീവന സ്വത്തിനും ഞങ്ങൾ സുരക്ഷ ഉണ്ട്. ഞങ്ങൾ അതിനെ നിൽക്കണമെന്നുള്ളത് ഈ ഫോറസ്റ്റുകാർ കാണിച്ചു തരട്ടെ. എന്നിട്ട് ഞങ്ങൾ ഇവിടെ നില വിടുകയുള്ളൂ. ഇല്ലാതെ വിടൂല. ഇത് കുറച്ച് ദിവസമായി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാണ്ടൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി കുട്ടികളെ മക്കളെയും പുറത്തേക്ക് ഇറക്കിയിട്ട് ഇത് ഞങ്ങൾക്ക് കാലാകാലം കുത്തിരുന്നാൽ മതിയോ? ഏതായാലും അത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. അവർ നിരന്തരം, ഇപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോൾ ഇത് 8ാമത്തെ ദിവസമാണ്. നേരത്തെ ഗഫൂർ മരിച്ചത് മുതലാണ് ഈ ഒരു ദൗത്യം ഇത് ഓണാവുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 8ാമത്തെ ദിവസമാണ്. ഇന്നലെയാണ് ഈ കടുവയെ ഒന്ന് ലൊക്കേറ്റ് ചെയ്തത്. ഇന്നും അതേ സമയത്ത് തന്നെ വീണ്ടും ലൊക്കേറ്റ് ചെയ്തു. ഇന്നലെ ലൊക്കേറ്റ് ചെയ്തപ്പോൾ ഇവിടേക്കുള്ള ആളുകൾ എത്തിയിരുന്നു. ഇവരുടെ ഈ പ്രതിഷേധിക്കുന്ന നാട്ടുകാരടക്കമുള്ള സംഘമാണ് ഇന്നലെ വനംവകുപ്പിന്റെ ഒപ്പം ഈ കാട്ടിലോട്ട് പോയതും ഇവരെ ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയതും. എന്നാൽ ഇവർ പറയുന്നത് ഇവർ കടുവയെ അടുത്ത് കണ്ടിട്ട് പോലും ഈ മയക്കുപിടി വെക്കുന്ന സംഘം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ കടുവയ്ക്ക് എന്താണോ ഇവിടെ കടുവ ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നോക്കാൻ തയ്യാറായില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇന്നും ഇപ്പോൾ കടുവയെ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ 7 ദിവസങ്ങളായി, ഒരു ആഴ്ചയോളമായി ഇവർ വരുന്നു, തെരച്ചിൽ നടത്തുന്നു, സന്ധ്യയാകുമ്പോൾ മടങ്ങിപ്പോകുന്നു. ഈ ജനങ്ങൾക്ക് വേണ്ട, അവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ സ്വത്തിനും വേണ്ട ഒരു സംരക്ഷണവും അവർക്ക് ഒരു തരത്തിലും ഇവർ ഉറപ്പ് നൽകുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ളത്. നമുക്കറിയാം ഈ പ്രദേശത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം എസ്റ്റേറ്റുകളുണ്ട്. ഇതെല്ലാം റബ്ബർ എസ്റ്റേറ്റുകളാണ്. ഇവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും ഈ എസ്റ്റേറ്റിൽ തന്നെ പണിയെടുത്ത് അവിടെ നിന്നും കിട്ടുന്ന ഉപജീവന മാർഗം കൊണ്ട്
കുടുംബം പുലർത്തുന്ന ആളുകളാണ് എന്നാണ് നമുക്ക് ഇവിടെ വന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ അത്തരത്തിൽ അവർക്ക് ജീവിക്കാനുള്ള ഉപാധികളിൽ ഒരു തടസ്സമുണ്ടാക്കുന്നു. ഇതിൽ സ്വത്തിനും അതുപോലെ തന്നെ എല്ലാ ജീവിതത്തിന് സംരക്ഷണം നൽകേണ്ട ഒരു അധികാരികളാണ് ഈ വനം വകുപ്പും അതുപോലെ തന്നെ പോലീസും എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് വേണ്ട മതിയായ വളരെ കൃത്യമായ ആവശ്യങ്ങളാണ്. അവർക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങളെയും ഒന്നും പുറത്തിറക്കാൻ പോലും കഴിയുന്നില്ല, പണിക്ക് പോകാൻ കഴിയുന്നില്ല. ഈ 8 ദിവസമായി ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം. പോലീസുമായി നാട്ടുകാർ സംസാരിക്കുന്നു. ഇന്നലെ കാണിച്ചു ഉച്ചക്കൊരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞങ്ങൾ പിടിക്കൂലെന്നുള്ളടത്തോളം. മാത്രമല്ല 15-ാം തീയതി വ്യാഴാഴ്ച ഗഫൂർ ഖാൻ ചെറുപ്പക്കാരനെ കടുവ പിടിച്ചത് കടുവ വേണമെന്നൊരു സംശയം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ ഞങ്ങൾ പുട്ടും പായം കൊടുത്തു കൊടുന്ന് കൂടുന്നു. ഞങ്ങൾ പറയും തടഞ്ഞു വെച്ചാൽ കടുവ കടുവ കിട്ടുമോ? അവർ ഞങ്ങൾക്ക് ഞങ്ങളെ കൂടെ ആരെങ്കിലും ഈ സമയത്ത് ചെയ്യാൻ പറ്റൂല. അതല്ല തടഞ്ഞ കാര്യം. രാവിലെ ഞങ്ങൾക്ക് ജോലിക്ക് പോകണം, അതിന് തീരുമാനം ആഴ്ചകളായി ഇവിടുന്ന് പണിക്ക് പോയിട്ട് നാട്ടുകാർ വൈകാരികമായ ഒരു പ്രതിഷേധത്തിലാണ്. പോലീസ് പറയുന്നത് പ്രാക്ടിക്കലായ കാര്യങ്ങൾ നോക്കുക. അവരെ തടഞ്ഞു വെച്ചതുകൊണ്ട് കടുവയെ പിടിക്കാൻ കഴിയുമോ എന്നാണ് പോലീസുകാരും ചോദിക്കുന്നത്. എന്തായാലും അവരെ കടത്തി വിടേണ്ടതും ആവശ്യമാണ്. പക്ഷെ നാട്ടുകാർ ഈ 8 ദിവസമായി അവർ അനുഭവിച്ച അവരുടെ ഒരു പ്രയാസങ്ങളാണ് ഈ പ്രതിഷേധ രൂപത്തിൽ കാണുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. പോലീസ് വേണ്ട നിലയ്ക്ക് മറ്റു പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിച്ച് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ കടത്തിവിടുക എന്നല്ലാതെ മറ്റൊരു നിർവാഹവും ഇല്ല. അവരിപ്പോൾ അവിടെ ഇട്ടതുകൊണ്ട് ഈ ദൗത്യത്തിന് അല്ലാത്ത രീതിയിലുള്ള ഒരു ഗുണവും സംഭവിക്കാനും പോകുന്നില്ല.